PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. PSC കുറേ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നമുക്കറിയാം LDC, LGS, ഓഫീസ് അസിസ്റ്റൻറ്റ്, സപ്ലൈകോ, സെയിൽസ്മാൻ എല്ലാം 23/11/2020 മുതൽ 12/12/2020 വരെയാണ് കൺഫർമേഷൻ ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. ആദ്യം PSC പറയുന്നത് സിലബസ്. അത് നമുക്ക് വെബ്സൈറ്റിൽ തന്നിട്ടുള്ളതാണ്. 100 മാർക്കിൻ്റെയാണ്. മലയാളം, തമിഴ്, കന്നഡ എന്നീ മാധ്യമത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. OMR ആണ്, 1.25 മണിക്കൂറാണ്. ഇതൊക്കെ നമുക്കറിയാം. ഇനിയുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. 6-ാമത്തെ നോക്കിയേ, ഒന്നിലധികം തസ്തികകളിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഓരോ തസ്തികയിലേക്കും സ്ഥിരീകരണം നൽകണം. നമുക്കറിയാം ഓഫീസ് അസിസ്റ്റൻറ്റിനുണ്ട്, നമ്മൾ അയച്ചിട്ടുണ്ട്, LDC ഉണ്ട്, അസിസ്റ്റൻറ്റ് സെയിൽസ്മാനുണ്ട്. അപ്പോൾ ഓരോന്നിനും പ്രത്യേകം കൺഫർമേഷൻ കൊടുക്കണം. പരീക്ഷയ്ക്ക് ഏത് ഭാഷയിലുള്ള ചോദ്യപേപ്പറാണ്, നമുക്ക് മലയാളം വേണമെങ്കിൽ ആ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ മലയാളം എന്നത് സെലക്ട് ചെയ്യുക ആവശ്യമുള്ളതെന്നും ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതേണ്ടതെന്നും കൺഫർമേഷൻ നൽകുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ രേഖപ്പെടുത്തണം. ഏത് ഭാഷയിലുള്ള ചോദ്യം വേണം, ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളത്. നമ്മൾ വേറെ ജില്ലയിൽ എഴുതിയാൽ നമ്മുടെ ജില്ലയിൽ തന്നെ, നമ്മൾ അപ്ലൈ ചെയ്തത് വേറെ ജില്ലയാണെങ്കിലും നമ്മുടെ ജില്ലയിൽ തന്നെ എഴുതാൻ സൗകര്യം കിട്ടും. ഓരോ ഉദ്യോഗാർത്ഥിയും അവർ തിരഞ്ഞെടുത്ത മാധ്യമത്തിലുള്ള ചോദ്യപേപ്പർ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. പരീക്ഷ എഴുതുന്നതിനുള്ള ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലെ ജില്ല തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്. നമ്മൾ പ്രൊഫൈലിൽ രേഖപ്പെടുത്തി നമ്മുടെ താമസിക്കുന്ന അഡ്രസ്സ് തന്നെ. പരീക്ഷ എഴുതുന്നതിനുള്ള ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലെ ജില്ല തന്നെ തിരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ വേറെ ജില്ലയിൽ അപേക്ഷിച്ചാലും നമുക്ക് നമ്മുടെ ജില്ലയിൽ തന്നെ എഴുതാൻ പറ്റുമേ. നിശ്ചിത സമയം വരെ സ്ഥിരീകരണം രേഖപ്പെടുത്താത്തവർക്ക് ഈ പരീക്ഷാ കലണ്ടറിലെ പരീക്ഷകൾ എഴുതുന്നതിനുള്ള അവസരം ലഭിക്കുന്നതല്ല. ഒരു പരീക്ഷയല്ല പോകുന്നത്, ഒത്തിരി പരീക്ഷയാണ് പോകുന്നത്. കൃത്യമായിട്ട് 12/12/2020 കാത്തു നിൽക്കാതെ മുമ്പേ തന്നെ പോയി കൺഫർമേഷൻ കൊടുത്തേക്കണം കേട്ടോ. അവരുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കും. PSC അത് അംഗീകരിക്കത്തില്ല. നമുക്കറിയാം UP സ്കൂൾ അസിസ്റ്റൻറ്റ് മതിൽ ചാടിയിട്ടൊക്കെ ഉദ്യോഗാർത്ഥികൾ ചെന്നു എഴുതിച്ചോ? ഇല്ല. പരീക്ഷ എഴുതാൻ പോകുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, നേരത്തെ തന്നെ എത്താൻ ശ്രദ്ധിക്കണം കേട്ടോ. PSCയുടെ തീരുമാനമാണത്. നമ്മളായിട്ടത് മാറ്റത്തില്ല അവർ കേട്ടോ. ഇനി കൺഫർമേഷൻ തീയതി അവസാനിച്ചതിന് ശേഷം പരീക്ഷാ തീയതികളും സമയവും പ്രസിദ്ധീകരിക്കുന്നതാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ സ്ഥിരീകരണം നൽകുന്നവർക്ക് പ്രൊഫൈൽ വഴി അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. അതാണ് ഇത്രയും നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിച്ച് തന്നെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾക്കും ക്ലാസ്സുകൾക്ക്, PSC ക്ലാസ്സുകൾ ഇഷ്ടംപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PSCയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്